ഹലോ ഗായ്സ്, നിങ്ങളുടെ സ്വന്തം അജി ബ്ലോഗ്സ്. ഇന്നിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. നെയ്യണത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അമ്മായി ഇരുന്ന് നെയ്യുണ്ടതാ. അമ്മായി ഇതിൻ്റെ പേര് പറ. എന്ത് കൂടാ? മീന്, മുളക്, ഉണക്കമുളക് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന സംഭവമാണ്. ഇതാ അതിൻ്റെ മൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനം ഇതിനെ വേറെ ചീന്തി ഒഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കമ്പ്, ആര്, ഏള് ഇതൊക്കെ എടുത്ത് ഇതൊക്കെയാണ്. കൗഞ്ചി കളയും, വളവ്, ചതവ്, ഒടുവ് ഒക്കെ നൂർത്ത് മുളൻ്റെ നൂർത്തി പൊളിരാക്കണം. ഇത് പിന്നെ ഒരു ദിവസം വെയിലത്തിട്ട് വാട്ടണം നെയ്യണതിൻ്റെ മുഞ്ഞ്. മുത്തിയമ്മ ഇതാ ചീന്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചീന്തേണ്ടത്? ചീന്തി അതിനെ ഒരു മുളൻ്റെ പീസ് വെച്ചിട്ട് ഒഴിയും. ഇങ്ങനെ ചീന്തണം. ചീന്തിയത് അവിടെ വെക്കും. അതിഞ്ഞ് ഉണക്കണം. അതൊക്കെ കളഞ്ഞത് അങ്ങനെ ആക്കി തീർക്കും. ചീന്തി ഉണക്കിയതാ ഇതൊക്കെ ഇങ്ങനെ ആക്കി പൊളിരാക്കും. പൊളിരാക്കി കഴിഞ്ഞിട്ടതാ നെയ്ത് പിന്നെ ഇങ്ങനെയാക്കും. ഇത് കൊട്ട ചോറ് വാരി വയ്ക്കുക, കായ്കറി ഇട്ട് വയ്ക്കുക. പിന്നെ ഇതെന്താണ് ഇഡ്ഡലി ഉണ്ടാക്കണത്. ഇഡ്ഡലി പിന്നെ തേങ്ങ ചറ്റ, പുട്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് ചേർന്ന മുറം, അരി ചേർന്ന മുറം ചെറുത്. ഇതിൻ്റെ വലുതും ഉണ്ടാക്കും. പിന്നെ ഇത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ, മുളക്, വറ്റൽമുളക്, ഉണക്ക കുരുമുളക് സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കി കെട്ടിത്തൂക്കി വയ്ക്കുക. പിന്നെ ഇതിലെന്താണ്, ഇതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ മൂടി വയ്ക്കുക, ഇതിലും കായ്കറി ഇട്ട് വയ്ക്കുക. അങ്ങനത്തെയൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു മോഡല്. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ്. ബായ്.